ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്ന് നമ്മൾ എൻക്ലെക്സ് ആറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് സ്ട്രാറ്റജീസ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ദ ചാർജ് നേഴ്സ് ഹാസ് റിസീവ്ഡ് എ ചേഞ്ച് ഓഫ് ഷിഫ്റ്റ് റിപ്പോർട്ട് ഓൺ ദ ഫോളോയിങ് ക്ലയൻസ് ഇൻ ലേബർ. ലേബറിലുള്ള കുറച്ച് ക്ലയൻസിനെ ചാർജ് നേഴ്സ് റിസീവ് ചെയ്തിരിക്കുകയാണ്. സോ ദ ചാർജ് നേഴ്സ് ഷുഡ് ആസ്ക് എ സ്റ്റാഫ് മെമ്പർ ടു ഫസ്റ്റ് സീ ദ ക്ലയൻറ്റ് ഇൻ ദ. സോ ഒരു സ്റ്റാഫ് മെമ്പറിനോട് ചാർജ് നേഴ്സ് പറയണം ഇതിൽ ഒരു പേഷ്യൻറ്റിനെ ആദ്യം പോയി കാണാൻ. അത് ഏത് പേഷ്യൻ്റ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതായത് ഒരു ചാർജ് നേഴ്സിന് 4 പേഷ്യൻസിനെ കിട്ടിയിരിക്കുകയാണ്. അതിൽ സ്റ്റാഫ് മെമ്പർ ആദ്യം ആരെയാണ് കാണേണ്ടത്? അപ്പം നമുക്കറിയാം പ്രയോറിറ്റൈസേഷൻ നമ്മൾ ജനറലി പറയുമ്പോൾ അതിന് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലയൻറ്റിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എല്ലായിടത്തും പഠിക്കുന്നതാണിത്. പക്ഷേ എപ്പോഴും ഓർക്കേണ്ടത് പ്രയോറിറ്റൈസേഷൻ നമ്മളൊരു മെഡിക്കൽ സർജിക്കൽ ടോപ്പിക്കിൽ ചോദിക്കുന്നതും പീഡിയാട്രിക്കിൽ ചോദിക്കുന്നതും ലേബറിൽ ചോദിക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ ചോദിക്കുമ്പോഴും ഡിഫറെൻ്റ് ആണ്. പ്രയോറിറ്റൈസേഷൻ്റെ സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആണ്. അപ്പം പ്രയോറിറ്റൈസേഷൻ എന്ത് റിലേറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസ് മാറും. അതാണ് പലർക്കും അറിയാത്തത്, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ഒരു ലേബറിലുള്ള കുറച്ച് ക്ലയൻസ് ആണ്. അപ്പം നമുക്ക് ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ഓപ്ഷനിലോട്ട് നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ, സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ, ഇതാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓറൽ ടെമ്പറേച്ചർ കൺട്രാക്ഷൻ, റെസ്പിറേഷൻ കൺട്രാക്ഷൻ. സോ ഓപ്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജസ് ഓഫ് ലേബറിനെ കുറിച്ചുള്ള നമ്മുടെ നോളജും അതുപോലെ തന്നെ ടെമ്പറേച്ചർ, റെസ്പിറേഷൻ, കൺട്രാക്ഷൻ, ഇത് മൂന്നും തമ്മിലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നോളജുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ എൻക്ലെക്സ് അസസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു നോളജ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ, റെസ്പിറേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? വൈറ്റൽ സൈൻസ് ആണ്. കൺട്രാക്ഷൻ, അപ്പോൾ വൈറ്റൽ സൈൻസും കൺട്രാക്ഷനും, ലേബറിലെ വൈറ്റൽ സൈൻസും കൺട്രാക്ഷനുമാണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു പോവുക. കാരണം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറേ ആലോചിച്ച് കൺഫ്യൂഷൻ ആകുന്നതിൻ്റെ പ്രധാന കാരണം ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് പലർക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് 2 വട്ടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് എൻക്ലെക്സ് ഈ ക്വസ്റ്റ്യനിലൂടെ അസസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പ്രയോറിറ്റൈസേഷനിൽ ലേബർ ആണ്, ടെമ്പറേച്ചർ, റെസ്പിറേഷൻ, കൺട്രാക്ഷൻ, അതായത് വൈറ്റൽ സൈൻസ് ആൻഡ് അതുപോലെ തന്നെ എന്താണ് കൺട്രാക്ഷനെ കുറിച്ചുള്ള നമ്മുടെ നോളജാണ് ഇവിടെ അസസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലേബറിൻ്റെ ഓൺസെറ്റ് തൊട്ട് നമ്മുടെ സെർവിക്സ് ഫുള്ളി ഡയലേറ്റ് ആകുന്നത്, അതായത് 10 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആകുന്നത് വരെയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സെർവിക്സ് ഫുള്ളി ഡയലേറ്റ് ആകുന്നത് തൊട്ട് ബേബിയുടെ ഡെലിവറി വരെ, ഓക്കെ, ഡെലിവറി ഓഫ് ദ ബേബി, ഇതുവരെയാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കറിയാം 3 ഫേസസ് ആണുള്ളത്. ഒന്ന് ലേറ്റൻറ്റ് ഫേസ്, രണ്ടാമത്തത് ആക്റ്റീവ് ഫേസ്, മൂന്നാമത്തത് ട്രാൻസിഷൻ ഫേസ്. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ 3 ഫേസസ് ആണ് ഫസ്റ്റ് സ്റ്റേജിലുള്ളത്. സോ ഇവിടെ നമ്മൾ ഓപ്ഷനിലോട്ട് ഒന്നുകൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൽ ഓറൽ ടെമ്പറേച്ചർ 99.7 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? നോർമലാണ് അല്ലേ? സോ നോർമൽ ടെമ്പറേച്ചർ ഫസ്റ്റ് സ്റ്റേജിൽ എത്രയാണ്? 97 to 100 ഡിഗ്രി ആണ് അല്ലേ വരിക. സോ ഇതൊരു നോർമൽ റേഞ്ചിലാണ്. അപ്പോൾ അതൊരു എക്സ്പെക്റ്റഡ് ഫൈൻഡിങ്സ് ആയതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിലെ റെസ്പിറേഷൻ 26 എന്ന് പറയുന്നത് അത് എന്താണ്? നോർമലാണ്. അപ്പം മദർ പുഷ് ചെയ്യുന്നൊരു സമയമാണ്, അപ്പോൾ റെസ്പിറേഷൻ കൂടുന്നൊരു സമയമാണ്. അതും എന്താണ്? ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആയതുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയും നമുക്കുള്ളത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൻ്റെ കൺട്രാക്ഷൻ എവറി 30 സെക്കൻഡ്സ് എന്നുള്ളതും സെക്കൻഡ് സ്റ്റേജ് കൺട്രാക്ഷൻ ലാസ്റ്റിംഗ് 460 സെക്കൻഡ്സ് എന്നുള്ളതുമാണ്. അപ്പോൾ ഇനി നമ്മൾ കൺട്രാക്ഷനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എപ്പോഴും നമ്മൾ വൈറ്റൽ സൈൻസ് പറയില്ലേ, ഇപ്പം വൈറ്റൽ സൈൻസ് ഫസ്റ്റ് സ്റ്റേജിൽ ഇത്ര തൊട്ട് ഇത്ര വരെയാണ് നോർമൽ, അല്ലെങ്കിൽ ഒരു ബേബിക്ക് വൈറ്റൽ സൈൻസ് 98 to ഇത്രയാണ് നോർമൽ എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെയാണ് കൺട്രാക്ഷനും ഈ ഒരു സ്റ്റേജിനനുസരിച്ച് കൺട്രാക്ഷൻ്റെ ഫ്രീക്വൻസിയും ഡ്യൂറേഷനും. ഓക്കെ, സോ കൺട്രാക്ഷൻ നമ്മൾ മെയിനായിട്ട് എടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്നെന്താണ്? ഫ്രീക്വൻസി ആൻഡ് ദെൻ ഡ്യൂറേഷൻ. ഓക്കെ, ഈ 2 കാര്യത്തിനും നോർമൽ റേഞ്ചസ് ഉണ്ട്. നോർമൽ റേഞ്ചസും അബ്നോർമൽ റേഞ്ചസും ഉണ്ട്. അത് നമ്മൾ പഠിച്ചിരിക്കണം. സോ എവറി 30 സെക്കൻഡ്സ് കൺട്രാക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം അത് ഫ്രീക്വൻസിയാണ്. എവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി. ലാസ്റ്റിംഗ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്യൂറേഷനാണ്. അതെപ്പോഴും ബൈഹാർട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര തവണയാണ് കൺട്രാക്ഷൻ നടക്കുന്നു? എവറി 30 സെക്കൻഡ്സ് നടക്കുന്നു. ലാസ്റ്റിംഗ് 460 സെക്കൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം അത് ലാസ്റ്റ് ചെയ്യുന്നു? ഡ്യൂറേഷനാണ്. അത് ഓർത്ത് വെക്കുക. സോ ഫ്രീക്വൻസി നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഓരോ ഫേസിലും, അതായത് ലേറ്റൻറ്റ് ഫേസ്, ആക്റ്റീവ് ഫേസ്, ട്രാൻസിഷൻ ഫേസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഫ്രീക്വൻസി നോക്കുവാണെങ്കിൽ കൺട്രാക്ഷൻ്റെ ലേറ്റൻറ്റ് ഫേസിൽ 5 to 30 minutes ആണ് നോർമൽ.
ആക്റ്റീവ് ഫേസിൽ 3 to 5 മിനിറ്റ്സ് ആണ് നോർമൽ. ട്രാൻസിഷൻ ഫേസിൽ 2 to 3 മിനിറ്റ്സ് ആണ് നോർമൽ. അതുപോലെ തന്നെയാണ് ഡ്യൂറേഷനിൽ ലേറ്റൻറ്റ് ഫേസിൽ 30 to 45 സെക്കൻഡ്സ് ആണ് അല്ലേ. അതുപോലെ തന്നെ ആക്റ്റീവ് ഫേസിൽ 45 to 60 സെക്കൻഡ് ആണ്. ട്രാൻസിഷൻ ഫേസിൽ 60 to 90 സെക്കൻഡ്സ് ആണ് നോർമൽ എന്ന് പറയുന്നത്. ഇതാണ് നോർമൽ. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യണം. സോ ഫ്രീക്വൻസിയിൽ നമ്മൾ നോക്കുമ്പോൾ, ഫ്രീക്വൻസി എടുത്ത് നോക്കുമ്പോൾ എവറി 30 സെക്കൻഡ്സ് എന്നുള്ളത് ഈ ഒരു നോർമൽ റേഞ്ചിൽ വരുന്നതല്ല, എല്ലാം മിനിറ്റ്സിലാണുള്ളത് അല്ലേ. സോ നമുക്ക് മനസ്സിലായി ഇതെന്തോ അബ്നോർമാലിറ്റിയാണ്. എവറി 30 സെക്കൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്, അബ്നോർമലാണ് അല്ലേ. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിൽ കൺട്രാക്ഷൻ ഡ്യൂറേഷൻ നോക്കിയേ 60 സെക്കൻഡ്സ്. സോ ഡ്യൂറേഷനിൽ നമുക്കറിയാം 60 സെക്കൻഡ്സ് to 90 സെക്കൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്, നോർമലാണ്, നോർമലിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം എന്ത്, ഈ ലാസ്റ്റിംഗ് ഫോർ 60 സെക്കൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്, നോർമലാണ്. അപ്പോൾ ഇവിടെ എന്താണ് അബ്നോർമൽ, ഇവിടെ എവറി 30 സെക്കൻഡ്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ് അബ്നോർമൽ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ മദറിനും ബേബിക്കും പ്രോബ്ലം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ത് വരും, ബി വരും. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത്. സോ ഫസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണെന്ന് നോക്കുക. പ്രയോറിറ്റൈസേഷൻ ക്വസ്റ്റൻ ആണ്. ആൻഡ് എന്തിന് റിലേറ്റഡ് ആയിട്ടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്, ലേബർ റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് അസസ് ചെയ്തിരിക്കുന്നത്, ടെമ്പറേച്ചർ, കൺട്രാക്ഷൻ, റെസ്പിറേഷൻ. ഓക്കെ, സോ ടെമ്പറേച്ചർ, കൺട്രാക്ഷൻ, റെസ്പിറേഷൻ ആണ് അസസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിന്റെ നോളജ് നമുക്ക് ആവശ്യമാണ്. സോ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, സെക്കൻഡ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ എന്താണ് ടെമ്പറേച്ചറിന്റെ നോർമൽ റേഞ്ച്, റെസ്പിറേഷന്റെ നോർമൽ റേഞ്ച്, കൺട്രാക്ഷന്റെ നോർമൽ റേഞ്ച് എന്താണെന്ന് പറഞ്ഞു. അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി ആൻസർ ചെയ്തു. അത്രേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കി ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വരും. ലേബർ റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റൻ ആണ്, കൺട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ. അപ്പം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റൻ ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും ഓർക്കുക, നമ്മൾ എൻക്ലക്സ് സാറിന് നമ്മൾ കുറേ ടോപ്പിക്സ് ഉണ്ട് പഠിക്കാനായിട്ട്. ടോപ്പിക്ക് വളരെ വാസ്റ്റ് ആണ്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമാക്കാനായിട്ട് സാധിക്കും. സിസ്റ്റമാറ്റിക്കലി ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റൻ കാണുമ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് ഏതെങ്കിലുമൊക്കെ കറക്കി കുത്തി ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ എൻക്ലക്സ് സാറിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കലി അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കാഡമിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.